ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കമ്മലും മാലയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് എപ്പോഴും ഇടുന്നത്. ഇന്ന് നമുക്ക് വേറെ ഒരു ആർട്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് വർക്കുകൾ മുമ്പേ ചെയ്യുമായിരുന്നു. കുറച്ച് വർക്കുകളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റെസിൻ ആർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. റെസിൻ ആർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്ന് അറിയില്ല. വലിയ അറിവില്ല, ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇത് നല്ലൊരു വർക്കാണ്. നമുക്ക് അതിൽ എന്ത് വേണം നമുക്കതിൽ ഉണ്ടാക്കാം. കമ്മലുണ്ടാക്കാം, മാലയുണ്ടാക്കാം, ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാം, പിന്നെ കീ ചെയിൻ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ നമ്മൾ നിധി പോലെ സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് കുറേ നാളെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി കുറയാം, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നല്ല മെമ്മറിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് റെസിൻ ആർട്ടിൽ നമുക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കത് ഒത്തിരി അങ്ങനെ റെസിൻ ആർട്ടിനെ കുറിച്ച് ഒരുപാട് നമുക്ക് ഫർണിച്ചർ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് മേശ, പിന്നെ ഈ കണ്ണാടിയുടെ ചുറ്റിനും വരുന്ന ഫ്രെയിം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെസിൻ ആർട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഒരുപാട് ഫോട്ടോ വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിൻ്റെ ഒരുപാട് ഫോട്ടോ കീ ചെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ചെയ്തിട്ട് നമുക്ക് ചില ഫോട്ടോസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അത് കാണാനായിട്ട്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നമുക്ക് എപ്പോഴും മൊബൈലെടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് റെസിൻ ആർട്ട് ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കളയല്ലേ. അപ്പോൾ അടുക്കളയിലാകുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴും എവിടെ ഏത് കോർണർ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് ഈ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ചെയ്ത് വെച്ചിട്ട്, പക്ഷേ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം അത്. അപ്പം ഫ്രിഡ്ജിൽ നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വയ്ക്കുന്ന ആ രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഒരു എന്താണ്, എങ്ങനെ അത് ഏത് രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പിന്നെ നല്ല റെസിൻ ആർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. റെസിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും റേറ്റും ആവും ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇതിന് കേടുപാടുകൾ സംഭവിക്കില്ല. നമുക്കിപ്പം ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളൊരു ഫോട്ടോ നമുക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമ്മളെടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ പോകും. നമുക്ക് റെസിൻ ആർട്ടിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കാലാകാലം ഇരിക്കും, ഒരു കുഴപ്പവും ഇല്ലാതെ അത് കാലാകാലം ഇരിക്കും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കമ്മൽ ഈ മാല ഇതൊക്കെ ഞാൻ റെസിൻ ആർട്ടിൽ ചെയ്തതാണ്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് പല ഷേപ്പിലുള്ള പല അളവിലുള്ള മോൾഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനകത്താണ് നമ്മൾ റെസിൻ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അത് കാണിക്കുന്നില്ല. റെസിൻ ആർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെയും വീട്ടിൽ ഇരുന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഡ്രൈ ഫ്ലവർ, ഇതിൻ്റെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് പല കളറിലെ ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ 10 ഗ്രാമിനൊക്കെ 100, 110, 150 അങ്ങനെ ആ റേഞ്ചിൽ പോകും. പിന്നെ ഇതിൻ്റെ തന്നെ മൈക്ക പൗഡർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഗ്ലിറ്റർ പേപ്പർ, അങ്ങനത്തെ കുറേ ഉണ്ട് നമുക്ക് ഇതിൽ കാണിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സോപ്പ് വെച്ച് വാഷ് ചെയ്ത് നമുക്ക് വീണ്ടും പഴയതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾക്ക് അതിരിക്കും. അതിന് ഒരു ഷെയ്ഡിനോ ഒന്നും ഒരു മാറ്റമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സൂക്ഷിക്കും പോലെ ഇരിക്കും. എൻ്റെ അച്ഛൻ മരിച്ച് 2.5 വർഷമായി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റും മറ്റേ ഇടിവള പോലത്തെയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കിടന്ന സാധനങ്ങളൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ റെസിൻ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അത് ഇനി എത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾ ഒരു തീപിടിപ്പിലോ അങ്ങനെ വല്ല നശിക്കുമോ അല്ലാതെ ഇതിന് വേറെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പം എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാൻ ബാക്ക് ക്യാമറയിലും കാണിക്കാം. പിന്നെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഡബിൾ സൈഡും ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കീ ചെയിൻ ചെയ്യാം. അത് അങ്ങനെ ചെയ്ത ഒരെണ്ണമാണ് ഇത്. രണ്ട് സൈഡും നമുക്ക് ഫോട്ടോ വെച്ചിട്ട് കീ ചെയിൻ ചെയ്യാം. ഇങ്ങനെ ഇതുപോലെ നമുക്ക് കീ ചെയിൻ ഒരു സൈഡ് ഗ്ലിറ്റർ വെച്ചിട്ട് ചെയ്തു, മറു സൈഡ് നമുക്ക് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ അങ്ങനെ ഒരുപാട് നമുക്ക് ക്ലിപ്പ്, ഹെയർ ക്ലിപ്പ് ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ബാക്ക് ക്യാമറ ഇതൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട്, അല്ല നമ്മൾ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്ന അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. ഇതിൻ്റെയൊക്കെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. ഓരോന്നിനും ഓരോ മോൾഡാണ്. ഇത് കണ്ടോ, ഇത് ഹെയർ ക്ലിപ്പാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത്. എന്ത് ഇതാണെങ്കിലും ഇത് വേറൊരു ഇതിൽ ചെയ്ത ക്ലിപ്പാണ്. പിന്നെ കമ്മൽ, ഇതിന് മുമ്പ് ഞാൻ 2 ലെയറിൻ്റെ ഒരു മാല ചെയ്ത സമയത്ത് ഞാനൊരു കമ്മലിട്ടത്, അത് എത്ര പേര് നോട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഒരാൾ നോട്ട് ചെയ്തിട്ട് ഞാൻ ഷോർട്സിൽ അതിൻ്റെ ഇത് ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു കമ്മൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ അത്ര വലിയ കമ്മലിട്ടപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഒരാൾ പ്രതീക്ഷ തെറ്റിച്ചില്ല, ഒരാൾ ചോദിച്ചു. ആ കമ്മൽ ഇതാണ്. ഈ കമ്മൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ 2 ഷെയ്ഡിലുള്ള മറ്റേ മൈക്ക പൗഡർ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഡിസൈൻസ് ഒക്കെ ഏത് വേണമെന്നുള്ളത് നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ ഈ 2 കമ്മലൊക്കെ ഒത്തിരി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വീടൊക്കെ ഇടയ്ക്ക് ഒരു 2 വീട് അടുപ്പിച്ച് മാറേണ്ട ഒരു സാഹചര്യം വന്നു. അത് കാരണം എനിക്ക് ഇതൊക്കെ എവിടെയൊക്കെ കിടക്കുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ മാക്സിമം കിട്ടുന്നതോളം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഈ ലോക്കറ്റ് കണ്ടോ, ഈ ലോക്കറ്റ് ഇതിന് ചേർന്നാണ് കമ്മലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വളയുടെ മോൾഡ് കിട്ടും, മോതിരത്തിൻ്റെ മോൾഡ്, നമുക്ക് എല്ലാത്തിൻ്റെതും കിട്ടും. നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ഇത് കിട്ടും. പിന്നെ ഈ റൗണ്ട് വരുന്ന ചെയ്യാൻ ഇതുണ്ടല്ലോ, ഒരു ടേബിൾ പോലെ അങ്ങനത്തത് നമുക്ക് മോൾഡ് കിട്ടും. റെക്റ്റാങ്കിളിൻ്റെത് കിട്ടും, സ്ക്വയറിൻ്റെ കിട്ടും. അങ്ങനത്തെ പല തരത്തിലുള്ള മോൾഡുകൾ കിട്ടും. അതിൽ നമുക്ക് ഡ്രൈ ലീഫോ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് പല തരത്തിലും നമ്മുടെ ചോയ്സാണ് എങ്ങനെ അത് ഏത് രീതിയിൽ അത് ചെയ്തെടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഡ്രൈ ലീഫ് അത് ഞാൻ തന്നെ വീട്ടിൽ നമുക്ക് ഇത് കണക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതൊക്കെ നല്ല റേറ്റാണ്. ഒരു ചെറിയൊരു ബോക്സ് ഇച്ചിരി പോലും ഡ്രൈ ലീഫും ഫ്ലവറും ഒക്കെ കിട്ടുന്നതിന് 300 രൂപയ്ക്ക് അകത്ത് അത് തന്നെ ആവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് റെസിൻ ആർട്ടിൽ നമുക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈർപ്പം ഉണ്ടെങ്കിൽ അതിനകത്ത് പൂപ്പൽ വീഴും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അതുമല്ല, നമ്മൾ ഏത് കളറാണോ നമുക്കിപ്പം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു പൂ എടുത്തിട്ട് ആ പൂവിൻ്റെ കളർ ചിലപ്പോൾ നമുക്കത് കിട്ടില്ല, അത് വൈറ്റ് ആയിപ്പോവും. അത് ഇതിൻ്റെ കെമിക്കലാണ്. കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ കളർ മാറും. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കത് ഉണക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ കുറച്ച് പാടാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ റെഡിമെയ്ഡ് കിട്ടുന്നത് വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള പൂവ് നമ്മൾ ബുക്കിനകത്ത് വെച്ച് കുറേ നാൾ കഴിയുമ്പം ഇതിൻ്റെ ഈർപ്പം എല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ ചെയ്ത ഒരെണ്ണമാണ് ഇതൊരു പൂവിൻ്റെ ഇത് ഞാൻ ബുക്കിനകത്ത് വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആക്കി വെച്ചൊരു കമ്മലാണിത്. ഇതിൻ്റെ ഒരെണ്ണം കാണാനില്ല, അത് എവിടെയോ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട് മാറുന്നതിൻ്റെ ആ ഒരു ഇതിൽ എങ്ങോട്ടൊക്കെ ആയിപ്പോയി. പിന്നെ നമുക്ക് ഡബിൾ ഷെയ്ഡിൽ ചെയ്യാൻ പറ്റും. കമ്മലും ലോക്കറ്റും അങ്ങനെ ഡബിൾ ഷെയ്ഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഡബിൾ ഷെയ്ഡ് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ തന്നെ വേറെ ഷേപ്പിൽ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ തുടക്കത്തിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ മുമ്പ് എപ്പോഴും പറയും, വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ എല്ലാ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലോക്കറ്റിൻ്റെയൊക്കെ ഷോർട്സ് ഇതൊക്കെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ യൂറോപ്യൻസ് ഇടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആമസോണിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഒരു ലോക്കറ്റിന് തന്നെ 900-1000 രൂപ ആ റേറ്റിനൊക്കെ വരുന്നുണ്ട്.
ഇങ്ങനത്തെയൊക്കെ ഇത് ഞാൻ ഒരു ബീഡ്, ഒരു ചെറിയ മറ്റേ ഷുഗർ ബീഡുണ്ട്, ഷുഗർ ബീഡ് അതിനകത്തിട്ട് ഒരു ഗ്ലിറ്ററൊക്കെ ചേർത്തിട്ട് നമുക്ക് ലോക്കറ്റ് ചെയ്ത് ഞാൻ ലോക്കറ്റായിട്ട് ഉപയോഗിക്കുമായിരുന്നു. നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം. 3 ഉണ്ടായി കഴിഞ്ഞാൽ ലോക്കറ്റ് കമ്മലുമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇത് ചെയ്ത് വെച്ചത്. ഇതൊരു മയിൽപീലിയുടെ ആ ഒരു തീമിൽ ചെയ്തതാണ്. പക്ഷേ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്, നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് വേറൊരു ലോക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് കമ്മലും ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെയിം തന്നെ ഞാൻ ചെറുത് അപ്പം നമുക്ക് ചെറിയ ലോക്കറ്റ് വേണമെങ്കിൽ അങ്ങനെയും ഇത് കണക്കത്ത് ഒരു ചെയിൻ വാങ്ങിച്ചിട്ട് കണക്കത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ലോക്കറ്റായിട്ട് ഉപയോഗിക്കാം. അല്ല നമുക്ക് വലിയ ലോക്കറ്റ് ആണെങ്കിൽ നമുക്ക് അതും ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ലോക്കറ്റ് ചെയ്തത് ഇങ്ങനത്തെ ലോക്കറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പെല്ലിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് കീ ചെയിൻ ചെയ്യാം. അത് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് എങ്ങനെയാണോ ഓർഡർ കിട്ടുന്നതനുസരിച്ച്. എനിക്ക് ഇഷ്ടം പോലെ, ഞാൻ ഫോട്ടോയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കീ ചെയിൻ ചെയ്തിട്ടുള്ളത്. ഇഷ്ടം പോലെ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാ സംഭവത്തിലും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇത് കെമിക്കൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ അസുഖങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. അത് നല്ല പ്രിക്കോഷൻ എടുത്തിട്ട് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ വർക്ക് നമ്മൾ ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഈ ഒരു കീ ചെയിൻ ചെയ്തിട്ട് ഞാൻ 300 രൂപയാണ് വാങ്ങിക്കുന്നത് 2 സൈഡ്. അതായത് നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കണം, അല്ലാതെ റെസിൻ്റെ ഇതും എല്ലാം കൂടെ ചിലവെല്ലാം കൂടെ ഞാൻ ഇത് എൻ്റെ ഒരു ലാഭവും കൂടെ എടുത്തിട്ട് ഞാൻ ഒരെണ്ണത്തിന് 300 രൂപയാണ് ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെറിയൊരു സാധനം അവർ ചോദിക്കുമ്പോൾ ഞാൻ 300 രൂപയാണ് അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മൾ ആ സാധനം വാങ്ങാൻ പോകുമ്പോഴാണ് അതിനുള്ള ശരിക്കുള്ള റേറ്റ് കാണുമ്പോൾ അതായത് ഒരു 300 ഗ്രാമിൻ്റെ റെസിൻ നമ്മൾ കിറ്റ് വാങ്ങിക്കും. അതായത് കിറ്റിൽ പറഞ്ഞത് 2 ഹാർഡനറും ഉണ്ട് അല്ലാതെ റെസിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ബേസും ഉണ്ട്. അപ്പം ഇത് വന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഒരു വിഷപ്പുക വരും. അത് നമ്മൾ ശ്വസിക്കാൻ പാടില്ല. അത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് നമുക്ക് അസുഖങ്ങളുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാസ്ക് ഇല്ല. അത് എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് വേറെ കുറേ ഓർഡറൊക്കെ വന്ന് ഞാനത് ഇപ്പോൾ തൽക്കാലം ചെയ്യാതിരിക്കുന്നത്. എനിക്ക് ആ ഒരു മാസ്ക് വാങ്ങിച്ചിട്ട് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് നമ്മൾ മാസ്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. കാരണം ഒരു കീ ചെയിനൊക്കെ ചെയ്യുമ്പോൾ വലിയ സ്മെല്ല് നമുക്ക് എടുക്കില്ല, അത്രയ്ക്കേ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചുമ എനിക്ക് ഈ തൊണ്ടയിൽ ഇവിടെ വന്നിട്ട് ഒരുമാതിരി വന്നിട്ട് എനിക്ക് ചുമ ഇങ്ങനെ വന്നു. അത് കുറേ നാൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് മാറുന്നില്ല. അത് സംസാരിക്കുമ്പോൾ ഒരു തൊണ്ടയിൽ ഒരു തണുപ്പ് പോലെ തട്ടിയിട്ട് ചുമ വരും. അപ്പോൾ എനിക്കത് മനസ്സിലായി, ഇതിൻ്റെ എന്തോ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ നമുക്ക് റെസിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൽ ഒരു ഇംഗ്ലീഷ് ചാനലിൽ 1-2 പേര് അതിൻ്റെ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തുറസായ സ്ഥലത്ത്, ഇത് ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിൻ ആർട്ട് ചെയ്യാനുള്ളത്. കാരണം ഒരു അടഞ്ഞ റൂമിനകത്ത് നമ്മൾ ഒരിക്കലും റെസിൻ ആർട്ട് ചെയ്യരുത്. ആ വിഷാംശം ആ റൂമിനകത്തും വീട്ടിനകത്തും മറ്റുള്ളവർക്കും കൂടെ അത് ബാധകമാകും. അപ്പം റെസിൻ ആർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരാൾ ഒരു കാര്യം ചെയ്ത് ഇത് ചെയ്ത് കൊള്ളാമല്ലോ, എങ്കിൽ പിന്നെ എനിക്കും ചെയ്യാമല്ലോ എന്നുള്ള ഒരു മൈൻഡ് വേണ്ട. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് പഠിച്ചതല്ല, ഞാൻ ഒരിടത്തും പോയി പഠിച്ചതല്ല. ഞാൻ ശരിക്കും ഇത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈനിൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മീഷോയുടെ കുറേ പ്രോഡക്റ്റുകൾ നമുക്കിങ്ങനെ വരുമല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ മോൾഡും കാണിച്ച് ഇങ്ങനെ സാധനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിക്ചർ കിടക്കണം. അപ്പം ഇതെന്ത് സാധനം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ റെസിൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ കളിച്ചിരിക്കണം. അങ്ങനെ ഞാൻ ആ റെസിൻ ആർട്ട് എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോഴും ഞാൻ വിചാരിച്ചു നോക്കാം, എന്നാൽ കുറച്ച് വാങ്ങിച്ചിട്ട് നോക്കാം. അങ്ങനെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒരു 150ൻ്റെ ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ട്
ഞാൻ ഫസ്റ്റ് 1-2 കീ ചെയിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അതിന് റേഷ്യോ ഒക്കെ ഉണ്ട്. കറക്റ്റ് റേഷ്യോ എടുത്തില്ലെങ്കിൽ നമുക്കിത് കറക്റ്റ് കിട്ടില്ല, ഇത് ഒട്ടിപ്പിടിക്കും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ സാധ്യത വെച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞത് ഞാൻ അത് കാണിച്ചു തരാം. ഇതാണത്. ഞാൻ അപ്പനെന്നാണ് വിളിക്കുന്നത്. ഇതെൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കയ്യിലിങ്ങനെ ഇടുന്നതും മോതിരവും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഇത് എൻ്റെ ഞങ്ങൾ ഒരിക്കൽ ഒരു ടൂർ എന്താ പോയപ്പോൾ കബാലി സിനിമ ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡായത്. അങ്ങനെ എൻ്റെ അപ്പന് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പിന്നെ ഈ വളയും അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ബ്രേസ്ലെറ്റൊക്കെ എൻ്റെ അപ്പന് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കോവിലെ ഈ ചരടും കാര്യം ഇതൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രുദ്രാക്ഷത്തിൻ്റെ കുറേ സാധനം ഉണ്ട്. മാലയൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു, രുദ്രാക്ഷത്തിൻ്റെ മാല. അപ്പോൾ എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല. എൻ്റെ അപ്പൻ അത് ചെരുപ്പ് തയ്ക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് സ്റ്റാച്യൂവിൽ യൂണിയനിൽ ജോലിയായിരുന്നു. അവിടുന്ന് റിട്ടയർഡ് ആയപ്പോൾ സ്വയം തൊഴിലെന്ന രീതിയിൽ എൻ്റെ അപ്പൻ ചെരുപ്പ് തയ്ക്കാനാണ് നമ്മുടെ ഹൗസിംഗ് ബോർഡെന്ന് പറയും, അതായത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിൻ്റെയൊക്കെ അടുത്ത് ഫയർ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ടാണ് എൻ്റെ അപ്പ. അവിടെയാണ് കടയല്ല ഒരു ഇതിൽ കൊണ്ടുവച്ച് അങ്ങനെ ഉപജീവന മാർഗം അങ്ങനെയാണ്. മരിക്കണവരെ ഒരു മക്കളെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരാളാണ് എൻ്റെ അപ്പൻ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് സൂക്ഷിക്കുകയാണ്. കണ്ടപ്പോൾ ഒരു വിഷമം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഫ്രിഡ്ജിൻ്റെ മാഗ്നറ്റും മാഗ്നറ്റിൽ വെച്ചിരിക്കുന്ന ആ ഫോട്ടോസും ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് തൽക്കാലം ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇത്ര നേരം ഞാൻ വളവളാൻ സംസാരിച്ചു. ഇനി താഴെ ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്യും നിങ്ങളെ കാണേണ്ട സാധനങ്ങൾ കാണിക്കുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്ത് ഞാൻ കാണിച്ചു തരാണ്. നമുക്ക് വീഡിയോ കാണാം. ഇതാണ് എൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ക്ലിപ്പുകളാണ്. വേറെയും കുറേ ക്ലിപ്പൊക്കെ ഒരെണ്ണം എൻ്റെ തലയിരിക്കുന്നു. ഇത് ക്ലിപ്പുകൾ ചെയ്തത്. ഇത് ലോക്കറ്റുകൾ. ഇതിനകത്ത് ഞാൻ മുമ്പ് ഒരു ഇതിൻ്റെ ഇത് കാണിച്ചില്ല, നല്ല തിളക്കമുള്ള ഒരു മുത്തിലൊരു ബ്രേസ്ലെറ്റ് ചെയ്തത്. അതിൻ്റെ വേറെ ഒരു വൈറ്റ് കളറിൽ ചെയ്ത അതിനകത്ത് ആ ഒരു മുത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വേറൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല, അതിൻ്റെയൊക്കെ ഇടയിലായിപ്പോയി. ഇത് കണ്ടോ, ഇതിങ്ങനത്തെ ഒരു ഷെയ്ഡ്. അതുപോലെ തന്നെ ഇതൊരു ലോക്കറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ ഫ്ലവറിൽ ഞാൻ തന്നെ ബുക്കിനകത്ത് വെച്ച് അങ്ങനെ ഇതാക്കിയെടുത്തതാണ്. പിന്നെ നമ്മളിത് ചെയ്യണ സമയത്ത് ഇതിനകത്ത് ബബിൾസ് വരും. ബബിൾസ് വരാതെയൊക്കെ നമ്മൾ നോക്കണം. അത്ര നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതൊരു ലോക്കറ്റ്. എനിക്ക് ഈ ലോക്കറ്റും ഈ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ യൂസിനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ചിലർക്കൊന്നും അത് പിടിക്കില്ല. പിന്നെ ഈ ലോക്കറ്റ് നല്ല രസമാണ് നേരിട്ട് കാണാൻ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് മാച്ച് കമ്മലും നമുക്കങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഒരെണ്ണം നേരത്തെ ഞാൻ കാണിച്ച ഒരെണ്ണം താഴെ പോയി, ഞാൻ അത് എടുത്തില്ല. പിന്നെ ഈ ഒരെണ്ണം വരുന്നത്, ഇത് നമുക്ക് കമ്മലും മാലയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒരു ദിവസം ഞാൻ ഇടാം. ഇപ്പോൾ തൽക്കാലം ഉടനെ ഉണ്ടാവില്ല അത്, കാരണം എനിക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് നമുക്കൊരു ലോക്കറ്റാണ്, ഡബിൾ ഷെയ്ഡിൽ പറഞ്ഞ ഒരു ലോക്കറ്റ്. അതിന് തന്നെ നമുക്ക് മാച്ച് കമ്മലും ഒക്കെ ഉണ്ട് കണ്ടോ. ഇത് നമുക്ക് സ്പെല്ലിങ്ങിൻ്റെ കീ ചെയിനും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. വേറെ കുറേയൊക്കെ സെയിലായിപ്പോയി. ഞാൻ കൂടുതൽ എനിക്ക് പറഞ്ഞത് ഫോട്ടോ കീ ചെയ്യേണ്ടതാണ് എനിക്ക് കൂടുതലും വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇതൊരു ദിവസം ഇതിനൊരു റേഷ്യോ ഉണ്ട്. കാരണം നമ്മൾ വാങ്ങിക്കുന്ന റെസിനിൽ അതിൻ്റെ അളവ് അത് എഴുതിയിരിക്കും. ഹാർഡ്നർ എത്ര എടുക്കണം, റെസിൻ എത്ര എടുക്കണം എന്നുള്ളത് ആ റേറ്റ് കാണും.
അത് അനുസരിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. മിക്സ് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ദിവസം ഞാനൊരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ട് തരാം. ഉടനെ ഉണ്ടാവില്ല, കാരണം എനിക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഉടനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മാറി നിൽക്കണത് എനിക്ക് വീണ്ടും വരും. അതുകൊണ്ടിട്ട് അതെടുക്കുന്നത്. ഞാനിനി എൻ്റെ മോളുടെ ഒരു ഫോട്ടോയാണ് ഫ്രിഡ്ജ് മാഗ്നേറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അത് ഞാൻ താഴെ പോകണം, ഫ്രിഡ്ജിൻ്റെ അവിടെ ഇരിക്കുന്നത് നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് തരാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്ന് പറഞ്ഞില്ലേ. എനിക്ക് ഈ കഴിഞ്ഞ ഓണത്തിന് എൻ്റെ മോളെ എൻ്റെ പൂപ്പീനെ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടോ. അപ്പോൾ ഞാനത് മാഗ്നറ്റ്, കണ്ടോ, റെസിൻ ആർട്ടിൽ മാഗ്നറ്റ് വെച്ചിട്ട് ചെയ്തു. ഇതെപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴും എനിക്ക് ഈ ഫോട്ടോ കാണാം. പിന്നെ ഞങ്ങളുടെ അല്ലാതെ കുറച്ച് ഫോട്ടോസ് ചെറിയൊരിതിൽ മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മാഗ്നറ്റ് ബാക്കിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൂപ്പി ഇരിക്കുന്നുണ്ടോ? മഞ്ഞക്കൊടിയെല്ലാം ഇട്ട് അത്തതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് സുന്ദരിയായിട്ടിരിക്കുകയാണ്. ഇതുപോലത്തെ വേറെയും 1-2 ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് പിന്നെ വീട് മാറ്റമൊക്കെ വന്നപ്പോൾ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. ഇനി അത് ചെയ്ത് ഇത് കണക്ക് ഒട്ടിച്ച് വയ്ക്കണം. അപ്പം ഇതാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്. റെസിനിൽ ഞാൻ ചെയ്ത വർക്കുകളൊക്കെ കണ്ടോ? അത് നമ്മുടെ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് നമുക്കത് ചെയ്യാം. പിന്നെ വേറെന്തോ പറയേണ്ടത്? അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ലോക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ചത്, നമുക്ക് ഇത് കമ്മലായിട്ടും ഇടാം. ഇങ്ങനെ സിമ്പിളായിട്ട് ആൺപിള്ളേർക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കമ്മലിൻ്റെ ഇതാണ്. കമ്മലിൻ്റെ ഇതൊക്കെ ഹാങ്ങിങ് ഒക്കെ ഞാൻ ചില സമയത്ത് പെട്ടെന്ന് എനിക്ക് വേറൊരു കമ്മലാണെങ്കിൽ ഇതിൽ നിന്നുള്ളത് ഇളക്കി അതിനൊത്തിട്ടിടും. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കമ്മലായിട്ടൊക്കെ ഇത് കമ്മലാണ്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം. ഇതിനകത്ത് ഞാൻ കളറൊന്നും കൊടുത്തിട്ടില്ല. ഈ കളറിലെ ഷുഗർ ബീഡാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഷുഗർ ബീഡ്. അതിന് ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത്യാവശ്യം നല്ലതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമുണ്ട്. വളരെ സന്തോഷം. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 30-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് അപ്ലോഡ് ചെയ്യണത് 31-ാം തീയതിയാണ് നിങ്ങളിത് കാണുന്നത്. അപ്പം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇന്നത്തെ ഈ ദിവസം എനിക്ക് 21 സബ്സ്ക്രൈബേഴ്സ് വന്നു. സന്തോഷം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ വളരെ സന്തോഷം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഓരോ വീഡിയോയിലും ഈ സാധനങ്ങൾ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു, അപ്പോൾ എല്ലാ വീഡിയോയിലും അങ്ങനെ കൊടുക്കുന്നുണ്ട്, എവിടെ നിന്ന് വാങ്ങിക്കുന്നു എന്ന്. അപ്പം നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കണം. വേറെ ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് തരുന്ന എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളതിൽ നോക്കണം. ഇങ്ങനെ നിങ്ങൾ ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം ഇതിന് മുന്നേ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അതിന് റിപ്ലൈ ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് എന്നോട് ചോദിക്കണം. എല്ലാവരുടെ അടുത്തും ഞാൻ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു പറഞ്ഞു എനിക്ക് വയ്യ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അല്ല നിങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ആ ഒരു സംഭവം ഇല്ല എങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഇനിയിപ്പോൾ അതിൽ ഉണ്ടെങ്കിലും ഞാൻ വേറെ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അത് വേറെ കാര്യം. ഏതായാലും നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിലെനിക്ക് ചുമ്മാ ഒരു തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യാൻ എത്ര സമയം വേണം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.
ഇന്ന്